വെൽക്കം ബാക്ക് ടു കുക്കിംഗ് വിത്ത് മമ്മി. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നിരിക്കുന്നത് വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ ഉള്ള ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ വാഴയിലയിൽ ഒരു ബീഫ് എങ്ങനെ പൊള്ളിച്ചെടുക്കാമെന്നുള്ളതാണ്. അപ്പം നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പം ഈ ബീഫ് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അതിനുള്ള ഇൻഗ്രീഡിയൻസ് ആദ്യമേ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ നമുക്ക് വേണ്ടിയത് ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു കുറച്ച് ഉപ്പ്. അത് നമുക്കിപ്പോൾ ഒരു കുറച്ച് ഉപ്പ് അങ്ങ് ചേർത്ത് കൊടുക്കാം, ഒരു 1/2 സ്പൂണോളം ഉപ്പ്. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ട് ഇതിൽ തന്നെ വെച്ചൊന്ന് മാരിനേറ്റ് ചെയ്തെടുക്കണം. അപ്പം ഞാൻ ആ ഫ്ലെയിം അങ്ങോട്ട് ഓൺ ചെയ്തിട്ടുണ്ട്. ഇത് ഇനി ഇങ്ങനെ ഇവിടെ ഇരുന്നു ഒരു 10 മിനിറ്റോളം ഇരുന്നൊന്ന് തുറന്ന് വെച്ച് ആ വെള്ളം അങ്ങ് പറ്റിച്ചെടുത്തിട്ടാണ് ഞാൻ കുക്കർ അടയ്ക്കാൻ പോകുന്നത്. അത് കഴിഞ്ഞ് ഒരു 1 വിസിൽ വന്നതിന് ശേഷം ഒരു 10 മിനിറ്റ്സ് ഒക്കെ മീഡിയം ഫ്ലെയിമിലിട്ട് വെക്കും. അതിനുശേഷം അത്രയും വെന്താൽ മതി ബീഫ്. അപ്പോൾ അതുവരെ നമുക്കൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ ഞാനൊരു പാൻ അടുപ്പിലേക്ക് നമുക്കതിനുള്ള മസാല റെഡിയാക്കണം. ബീഫ് വേകുന്ന സമയം കൊണ്ട് നമുക്ക് ഒരു 2 സ്പൂൺ എണ്ണ പാനിലോട്ട് ഒഴിച്ചിട്ടുണ്ട്. അതിനുള്ളിലേക്ക് മസാല റെഡിയാക്കാൻ ഒരു 1/2 ടീസ്പൂൺ പെരിഞ്ചീരകം, 3 ഏലക്ക, 2 ഗ്രാമ്പു, ഒരു 2 ചെറിയ പീസ് കറുവേപ്പട്ട, ഇത്രയും സാധനം ഇട്ട് കൊടുക്കുവാണേ. അതൊന്ന് മൂത്ത് വരുന്ന സമയത്തിന് നമുക്ക് ഇളക്കിയൊന്ന് ചെറുതായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ചെറുതായിട്ട് കളർ മാറിയപ്പം ഒരു 12 വലിയ ഉള്ളിയാണ്, ചെറിയ ഉള്ളി, അത് വലിയ സൈസ്, അതൊരു 12 എണ്ണം ഞാൻ കട്ട് ചെയ്ത് ഇവിടെ വെച്ചിട്ടുണ്ട്. അതങ്ങ് ഇട്ട് കൊടുക്കാം. ഉള്ളി തന്നെ ഇടുവാണെങ്കിൽ ഒന്നും കൂടെ ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾക്കിവിടെ അത്രയും ഉള്ളി കിട്ടാൻ അവൈലബിൾ അല്ല. അതുകൊണ്ട് ഞാനൊരു ചെറിയ മീഡിയം സൈസ് 2 സബോളയും കൂടെ കട്ട് ചെയ്തതിൻ്റെ കൂടുതലേക്ക് ഇടുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്കൊരു ലൈറ്റ് ഗോൾഡൻ ഷെയ്ഡ് ആകുന്നോടം വരെ ഒന്ന് വഴറ്റിയെടുക്കാം. നമ്മളുടെ ആ സബോള ഒന്ന് ഗോൾഡൻ ബ്രൗൺ ആയിട്ടില്ല, ഒരു ലൈറ്റ് ഷെയ്ഡ് മാറാൻ തുടങ്ങി. അപ്പം ഞാനൊരു ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് 1 ടേബിൾ സ്പൂണോളം അതിലേക്ക് ചെയ്ത് കൊടുക്കുവാണേ. അത് ആദ്യം ചേർക്കാത്തത് അതങ്ങ് വല്ലാതെ അങ്ങ് കരിഞ്ഞു പോകും ഇതിൻ്റെ കൂടെ കിടന്നത്. അപ്പോൾ അത് ഈ ഒരു സമയത്ത് ഇട്ട് കൊടുക്കുവാണെങ്കിൽ ഒന്ന് നല്ലതായിട്ട് ഇനിയൊന്ന് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം. കരിയാതിരിക്കും ഈ ഒരു സമയത്ത് അങ്ങ് ഇട്ട് കൊടുക്കുവാണെങ്കിൽ. നമ്മുടെ സബോളയും കുഞ്ഞുള്ളിയും ഒക്കെ കൂടെ ഒരു ഗോൾഡൻ ബ്രൗൺ ആയി വന്നിട്ടുണ്ട്. അതിനുള്ളിലേക്ക് 1 പച്ചമുളകും 1 തണ്ട് കറിവേപ്പിലയും കൂടെ ഞാൻ ആഡ് ചെയ്യുവാണേ. 1 പച്ചമുളക് മതി, കാരണം നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പം കുറച്ച് മുളക്, ഇനിയും കുറച്ച് മുളകും കൂടെ ചേർക്കുന്നുണ്ട്. പിന്നെ കുരുമുളക്, ഇതെല്ലാം കൂടെ വരുമ്പോൾ പിന്നെ സ്പൈസസ് കുഴപ്പമില്ല, കൂടുതൽ വേണമെന്നുള്ളവർക്ക് അതനുസരിച്ച് പച്ചമുളക് കൂടുതലിടാം. ഞാനിപ്പോൾ 1 ഇട്ടിട്ടുള്ളൂ, എരിവ് ഇവിടെ അധികം വേണ്ട. അതുകൊണ്ട് നമ്മളുടെ സബോളയുടെ കളറൊക്കെ നന്നായിട്ടൊന്ന് മാറി വന്നിട്ടുണ്ട് ഉള്ളിയും കൂടെ. അതിനുള്ളിലേക്ക് നമുക്കിനി കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ആദ്യം ഞാൻ ചേർത്ത് കൊടുക്കാൻ പോകുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. ആ മഞ്ഞൾപ്പൊടി ഇട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം നമ്മൾക്കൊരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം. ഒരു 3/4 ടീസ്പൂൺ മല്ലിപ്പൊടി അത് ആഡ് ചെയ്തു. അതും കൂടെ കിടന്നൊന്ന് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ഒരു 3/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ അതും ആഡ് ചെയ്തു. കാശ്മീരി ചില്ലി പൗഡർ, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ നമ്മളുടെ ആ പൊടികളെല്ലാം കൂടെ ഒന്ന് മൂത്ത് അതിൻ്റെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി വരുമ്പം അതിനുള്ളിലേക്ക് ഞാനിവിടെ 1/2 ടീസ്പൂൺ ഗരം മസാല എടുത്ത് വെച്ചിട്ടുണ്ട്. എല്ലാ പൊടികളും ഞാനിപ്പോൾ ചേർത്തത് ഞാൻ പറഞ്ഞ മെഷർമെൻറ്റ് ഞാൻ കറക്റ്റായിട്ട് മെഷർ ചെയ്ത് വെച്ചിരുന്നതാണ്. അപ്പോൾ ലാസ്റ്റ് നമുക്ക് കുറച്ച് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിനെ നന്നായിട്ടൊന്ന് ഇളക്കി മൂപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ബീഫ്, സബോള, എല്ലാ മസാലകളും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. അതിനുള്ളിലേക്ക് ഞാനൊരു മീഡിയം സൈസ് ടൊമാറ്റോ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്, അതും കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇതും കൂടെ ഇട്ട് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ആ സമയം കൊണ്ട് നമ്മുടെ ബീഫ് വെന്ത് റെഡിയായി വരും. അപ്പോൾ അതിനുള്ളിലേക്ക് നമുക്കൊരു കുറച്ച് ഉപ്പും കൂടെ ആഡ് ചെയ്യണേ. ഞാനിപ്പോൾ ഒരു കുറച്ച് ഉപ്പ് അങ്ങോട്ട് ആഡ് ചെയ്യുവാണ്. ആദ്യമേ നമ്മൾ ബീഫ് മാരിനേറ്റ് ചെയ്തപ്പോൾ ഒരു 1/2 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടെ ചേർത്തു. ഇനി ബീഫ് ഇട്ട് കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കി അവനവൻ്റെ ആവശ്യത്തിന് ടേസ്റ്റിനനുസരിച്ച് ഉപ്പ് കൂടിയും കുറഞ്ഞ് ചേർക്കുക. അതെ, ഇതുപോലെ ഇരിക്കുക ഏകദേശം. ഞാൻ ആദ്യമേ കുറച്ച് തുറന്ന് വെച്ച് വെള്ളം നന്നായിട്ട് പറ്റിച്ചിട്ടാണ് പിന്നെയാണ് ഒരു ഫുൾ വിസിലിട്ട് അടിച്ചിട്ട് പിന്നെ മീഡിയം ഫ്ലെയിമിൽ ഒരു 15 മിനിറ്റ് വെച്ചു. അപ്പോഴത്തെ ഇതിനകത്ത് ഇത്രയും വെള്ളം കാണും കേട്ടോ, ഇത്രയും ഒരു വെള്ളം കാണും, അത്രയും കാണും. ഇതുപോലെ പറ്റിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ചെയ്യേണ്ടത് നമ്മളുടെ ഈ മസാല റെഡിയാക്കി വെച്ചിട്ടില്ലേ, അത് ഞാൻ ഇതിലേക്ക് മാറ്റി ഈ മസാലയിലോട്ട് ഞാൻ ഈ ചെയ്ത് വെച്ചിരുന്ന ബീഫ് മൊത്തം ആഡ് ചെയ്യുവാണേ.
ബീഫ് ആഡ് ചെയ്തു. ആ ഉള്ള ഒരു കുറച്ച് വെള്ളം, തീരെ അങ്ങ് ഡ്രൈ ആയി പോകാതിരിക്കാനായിട്ട് അതിലുള്ള ആ കുറച്ച് വെള്ളം കൂടെ ഞാൻ അങ്ങോട്ട് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഓൾറെഡി നമ്മളൊരു ശകലം ഉപ്പുമൊക്കെ ചേർത്താണല്ലോ അത് വേവിച്ചത്. അപ്പോൾ അതിൻ്റെ ആ ഒരു മസാലയുടെ ഒരു വാട്ടറൊക്കെ കൂടെ അതിലേക്ക് ഗ്രേവിയിലേക്ക് വരുമ്പോൾ നല്ലതാണ്. ഇത് നമ്മളുടെ ഈ ബീഫ് ഞാൻ ആ ഗ്രേവിയും എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് ഇതൊന്ന് ഒരു 10 മിനിറ്റ് നമുക്കൊന്ന് മൂടി വെച്ച് ആ ഗ്രേവിയും മസാലയും ബീഫും എല്ലാം കൂടെ ഒന്ന് യോജിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. ഓൾറെഡി നമുക്ക് ബീഫ് വെന്തു. ഇനി നമുക്ക് ഈ മസാലയായിട്ടൊന്ന് യോജിക്കുന്നതിന് വേണ്ടി ഇങ്ങനെ ഒന്ന് ഇളക്കി വെച്ച് ഒന്ന് മൂടി വെച്ച് ഒരു 10 മിനിറ്റ്സ് മീഡിയം ഫ്ലെയിമിലിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ നമ്മളുടെ ബീഫ് ഏകദേശം ഈ ഒരു പരുവത്തിൽ വന്നിട്ടുണ്ട്. ഇത് എങ്ങനെയിരിക്കും, ഇതുപോലെ ഒരു ഡ്രൈ ആയിട്ടാണോ എന്ന് വെച്ചാൽ തീരെ ഡ്രൈ ആയിട്ടുമില്ല, അതെങ്ങനെ ഇരിക്കും. അപ്പോൾ നമുക്കിത് വാഴയിലയിലേക്ക് പൊതിഞ്ഞെടുക്കാം. അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് വാഴയില വാട്ടിയെടുക്കാം. അപ്പോൾ ഞാനൊരു കുറച്ച് വാഴയില നന്നായിട്ട് വാട്ടിയെടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ ചെയ്യുന്നത് പൊട്ടാതിരിക്കാനാണ്, അല്ലെങ്കിൽ വാഴയില പെട്ടെന്ന് നമ്മൾ പൊതിയുമ്പോൾ പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് ഈ റെഡിയാക്കി ഈ ബീഫ് ഇങ്ങനെ തന്നെ വേണമെങ്കിൽ കഴിക്കാം. ഈ വാഴയിലയിൽ പൊതിഞ്ഞാൽ അതിൻ്റെ ഒരു ഫ്ലേവറും ഒക്കെ കൂടെ വരുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ്. അപ്പോൾ ഞാൻ രണ്ട് സൈഡും തിരിച്ചും മറിച്ചും വെച്ച് ഒരു 10 മിനിറ്റ് നന്നായിട്ടത് പൊള്ളിച്ച് വന്നിട്ടുണ്ട്. തേയില കാണാമല്ലോ, നന്നായിട്ട് പൊള്ളിയെടുത്തു. ഇനി നമുക്കൊരു പ്ലേറ്റിലേക്ക് മാറ്റാം. നമ്മളുടെ ബീഫ് എങ്ങനെയാണെന്ന് നോക്കാം. വാഴയിൽ പൊള്ളിച്ചെടുത്ത ബീഫ് ഏകദേശം ഇച്ചിരി നല്ലതായിട്ട് അങ്ങോട്ടൊന്ന് കത്തിപ്പോയി ഇല. തീ അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് ചെയ്യുക. അപ്പോൾ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട്. ഇത് നല്ലൊരു സ്മെല്ലൊക്കെയാണ് ഇപ്പം വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം നമുക്ക് നിങ്ങളും ബീഫ് കിട്ടുവാണെങ്കിൽ ഇതുപോലെ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം. വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ വെച്ച് തന്നെ ചെയ്യാൻ പറ്റുന്ന, വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ എൻ്റെ ഈ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായാൽ നിങ്ങൾ ഇതുപോലെ ഒരെണ്ണം ട്രൈ ചെയ്യണം. ഞങ്ങളുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു.